വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ വാത്സല്യനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. നെഹമ്യാവിന്റെ പുസ്തകം ധ്യാനിക്കുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിനകത്ത് 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നെഹമ്യാവ് എന്ന ദൈവ പൈതലിനെ കുറിച്ച് ആഴമായി എഴുതിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകർ കരയാറുണ്ട്, അനേകർ പ്രാർത്ഥിക്കാറുണ്ട്, അനേകർ നിലവിളിക്കാറുണ്ട്. എന്തിനു വേണ്ടി? അനേകർ പ്രാർത്ഥിക്കാറുണ്ട്. വ്യത്യസ്തമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അനേകർ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ ഇതിനകത്ത് വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയും നിലവിളിയും കേൾക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഹഗല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിൽ ഇരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്ന് ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, സ്നേഹിതരെ, എന്ത് പറഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ കരയാൻ തുടങ്ങിയത്? കണ്ടോ? യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു അതിന്റെ വാതിലുകൾ തീ വച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, നെഹമ്യാവെന്ന മനുഷ്യൻ കരഞ്ഞതും നെഹമ്യാവെന്ന മനുഷ്യൻ പ്രാർത്ഥിച്ചതും നിലവിളിച്ചതും അയാൾക്ക് വേണ്ടിയായിരുന്നില്ല, അയാളുടെ കുടുംബത്തിന് വേണ്ടിയായിരുന്നില്ല, അയാൾക്ക് സമ്പാദിക്കാൻ വേണ്ടിയായിരുന്നില്ല, പേരിന് പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നില്ല. അയാൾ നോക്കിയപ്പോൾ യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു. ഉടനെ സഹിക്കാൻ പറ്റിയില്ല. ചില മക്കൾക്ക് അനേകർ ക്രിസ്തുവിനെ അവർ അറിയാതെ പോകുമ്പോൾ ഇങ്ങനൊരു എരിവും ദുഃഖവും വരും. ദൈവവിളിയാണ്. സ്തോത്രം. അനേകർക്ക് പിന്മാറിപ്പോകുന്നവരെ കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയും കരച്ചിലും പ്രാർത്ഥനയും ഉപവാസമായിരിക്കും. അതുപോലെ ദേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മറ്റാരും പിടിച്ചു വെച്ചാലും നിൽക്കാൻ പറ്റുന്ന നിലവാരത്തിൽ അനേകർ പ്രാർത്ഥനയോടും കണ്ണീരോടും ഇറങ്ങുന്നത് കാണാം. കാരണം എന്താ? അവരെ വിളിച്ച വിളിയാതത്രേ. നെഹമ്യാവ് കരഞ്ഞത് എന്തുകൊണ്ടാ? യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു അതിന്റെ വാതിലുകൾ തീ വച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു അതിന്റെ വാതിലുകൾ തീ വച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാ കരഞ്ഞത്, നിലവിളിച്ചത്, ഉപവസിച്ചത്. സഹോദരങ്ങളെ, ആ ഒരു അനുഭവത്തിൽ നെഹമ്യാവ് പ്രാർത്ഥിച്ചെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, പ്രാർത്ഥനയുടെ മതിൽ എത്രയോ നാളുകളായി നമ്മൾ അനേകരുടെ പ്രാർത്ഥനകൾ ഇടിഞ്ഞു പോയിട്ട് കരയാൻ തോന്നുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ, രക്ഷപ്പെടാൻ തോന്നുന്നുണ്ടോ? കർത്താവ് എനിക്കും മടങ്ങി വരണം. വചന ധ്യാനത്തിന്റെ മതിലുകൾ എത്രയോ നാളായി ഇടിഞ്ഞുപോയി. വിശ്വാസത്തിന്റെ മതിലുകൾ എത്രയോ നാളുകളായി ഇടിഞ്ഞുപോയി. തീ വച്ച് ചുട്ടുകിടക്കുന്നു. കത്തിച്ചാരമായി കിടക്കുന്നു. ആദ്യ സ്നേഹത്തിന്റെ മതിലുകൾ, ആദ്യ സ്നേഹത്തിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടുമില്ലേ? ആദ്യ സ്നേഹത്തിന്റെ മതിലുകൾ, ആദ്യ സ്നേഹം, വിശ്വാസ ജീവിതം, വിശുദ്ധ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, കൂട്ടായ്മ ബന്ധങ്ങൾ, ദൈവവചന ധ്യാനങ്ങൾ, വിശുദ്ധ പൈതലായി ജീവിച്ച അനുഭവങ്ങൾ. സ്തോത്രം. അതിനെക്കുറിച്ച് ദുഃഖിക്കാനോ പ്രാർത്ഥിക്കാനോ നിലവിളിക്കാനോ ഉപവസിക്കാനോ മടങ്ങി വരാനോ നമുക്ക് കഴിയുന്നുണ്ടോ? നെഹമ്യാവ് ഇതാ കരയാൻ തുടങ്ങി. നെഹമ്യാവ് ഉപവസിക്കാൻ തുടങ്ങി. നെഹമ്യാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗം ഇറങ്ങി. നിലവിളിയുടെ നടുവിൽ സ്വർഗം ഇറങ്ങി. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി. നെഹമ്യാവിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ സ്വർഗം ഇറങ്ങി വന്നു.
പ്രാർത്ഥന കേട്ടു. നെഹമ്യാവ് പോവുകയാണ്. പണി കംപ്ലീറ്റ് പൂർത്തിയാക്കിയെന്ന് നെഹമ്യാവിന്റെ പുസ്തകം ധ്യാനിക്കുമ്പോൾ അങ്ങോട്ട് മനസ്സിലാക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, ഈ ശബ്ദം കേൾക്കുമ്പോൾ ഏതൊക്കെയോ നിലവാരത്തിലുള്ള മതിലുകൾ ഇടിഞ്ഞു, വാതിലുകൾ തീ വെച്ച് ചുറ്റും കിടക്കുന്നെങ്കിൽ ഏതൊക്കെ വാതിലുകളാണ് തകർന്നു പോയത്? ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ചിന്തിക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കാമോ? ആ മനുഷ്യൻ ഉപവസിച്ചു, നിലവിളിച്ചു. 5-ാം വാക്യം വായിക്കുമ്പോൾ പ്രാർത്ഥിച്ചു പറഞ്ഞെന്തെന്നാൽ, സ്വർഗത്തിന് ദൈവമായ യഹോവേ, അങ്ങനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായി ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും അശ്രദ്ധമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എന്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരും എന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. അവർ നിന്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈ കൊണ്ടും നീ വീണ്ടെടുത്ത നിന്റെ ദാസന്മാരും നിന്റെ ജനവുമല്ലോ. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയൻ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. ഞാൻ രാജാവിന്റെ പാനപാത്രവാഹനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, ആ മനുഷ്യന്റെ പ്രാർത്ഥന, ആ മനുഷ്യന്റെ ദൈവത്തോടുള്ള കരച്ചിൽ ഇതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ മനുഷ്യൻ കേട്ട ഉടനെ കരയെ സഹിക്കാൻ പറ്റാത്ത കരച്ചിൽ വന്നു. സ്തോത്രം. ഉപവസിക്കാൻ തുടങ്ങി. വെള്ളം പോലും കുടിക്കാൻ പറ്റാതായി, ഭക്ഷണം കഴിക്കാൻ പറ്റാതായി. സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തോട് നോക്കി, സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവിനോട് നിലവിളിച്ചു, കരഞ്ഞ് നിലവിളിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിനകത്ത് ഭയങ്കര ഭാരം വന്നു. കാരണം യെരൂശലേമിന്റെ മതിലിടിഞ്ഞു, അതിന്റെ വാതിൽ തീ വെച്ച് ചുട്ടുകിടക്കുന്നു. എന്നെ കേൾക്കുന്ന പൈതലേ, ക്രിസ്തുവിന്റെ മണവാട്ടി വിശുദ്ധിയോടും വേർപാടും വിശുദ്ധിയുടെ മതിൽ പൊളിയരുത്. സ്വത്രം. വാതിലുകൾ തീ വെച്ച് ചുട്ടുപോകരുത്. യേശു മാത്രം വാതിൽ. ഞാനാകുന്നു വാതിൽ, ഞാൻ തന്നെ വാതിൽ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. വഴി യേശു അത്രേ. ഞാൻ വാതിലാകുന്നു. അതിനകത്ത് വരുന്നവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. സ്വത്രം. യേശു മാത്രം വാതിൽ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ ജീവിച്ച് പാപത്തെ ജയിച്ച് ഏതെല്ലാം ഭാഗത്താണോ ഇടിഞ്ഞു കിടക്കുന്നത്, വിശ്വാസ ജീവിതമാണോ, വിശുദ്ധ ജീവിതമാണോ, പ്രാർത്ഥന ജീവിതമാണോ, ദൈവമായിട്ടുള്ള ബന്ധങ്ങളാണോ, ഏതൊക്കെ ഭാഗത്താണ് ഇടിഞ്ഞു കിടക്കുന്നത്? സ്തോത്രം. കൂട്ടായ്മ ബന്ധങ്ങളാണോ? സ്തോത്രം. എവിടെയൊക്കെയാണ്? ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇരുന്ന് ചിന്തിക്കാം. ജീവിതത്തിനകത്ത് വീണുപോയ ഭാഗത്തു നിന്നെല്ലാം ആത്മാവിൽ നിറഞ്ഞ് പുറത്തു വരുവാൻ എത്രയൊക്കെ ആഗ്രഹമുണ്ട്. കർത്താവ് എന്നെ ഇത് സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിനകത്തൊരു മടക്കി വരം വേണം. പ്രാർത്ഥിക്കുന്ന താങ്കളുടെ പ്രാർത്ഥന ഇടിഞ്ഞു പോയോ? വിശ്വാസ ജീവിതം ഇടിഞ്ഞു പോയോ? വിശുദ്ധ ജീവിതം ഇടിഞ്ഞു പോയോ? സ്വന്തം യേശുവിനെ കണ്ടുമുട്ടാത്ത ആളാണോ താങ്കൾ? എന്നാൽ യേശു മാത്രം കർത്താവ്. യേശുവിനെ കണ്ടുമുട്ടി പ്രാർത്ഥിക്കുന്ന ആളാണോ താങ്കൾ? എന്നാൽ വിശ്വാസത്തോടെ ആത്മാവിന്റെ ബലത്തോടെ മുന്നോട്ട് പോകുക. എന്നാൽ പിന്മാറി കിടക്കുന്ന ആളാണോ? ഇടിഞ്ഞു പോയതിനെ പണിയുവാൻ ദൈവശക്തി തരും. കണ്ണുകളടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ഈ ശബ്ദം കേൾക്കുന്ന സകല മക്കളെയും ദൈവത്തിന്റെ കരങ്ങൾ തരുന്നപ്പാ. നെഹമ്യാവ് ദുഃഖിച്ചു, നെഹമ്യാവ് കരഞ്ഞു. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയെല്ലാം കർത്താവെ ഇടിഞ്ഞുപോയ അവസ്ഥയുണ്ടോ, ക്രിസ്തുവിൽ നിലനിന്ന് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് ആത്മാവിൽ നിറഞ്ഞ് ജീവിച്ച സാഹചര്യത്തിൽ എവിടെയെല്ലാം പിന്മാറിപ്പോയോ, എവിടെയെല്ലാം മതിലിടിഞ്ഞോ, എവിടെയെല്ലാം വാതിൽ ചുട്ടപ്പെട്ടോ, എവിടെയെല്ലാം വിശ്വാസവും വിശുദ്ധിയും വേർപാട് നഷ്ടപ്പെട്ട് ദൈവഹിതം ചെയ്യാൻ പറ്റാതെ പാപത്തിലേക്ക് വീണുപോയോ, അവിടെ നിന്നെല്ലാം മടങ്ങി വന്ന് കർത്താവെ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പ്രാപിക്കാൻ സകല മക്കളെ കർത്താവ് അഭിഷേകം ചെയ്യണപ്പാ. രോഗത്തോടിരിക്കുന്ന രോഗം മാറട്ടെ, ഭാരത്തോടിരിക്കുന്ന ഭാരങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. എല്ലാ കുടുംബങ്ങളുടെ ഇടയിൽ
അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാ പ്രാർത്ഥിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. അങ്ങനെയെങ്കിൽ ഇടിഞ്ഞു കിടന്നത് പൊളിഞ്ഞു കിടന്നത് പണിതു, സ്തോത്രം, തീ വെച്ച് ചുട്ടതും പണിതു. അങ്ങനെയെങ്കിൽ കർത്താവെ, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ ഭാഗത്താണ് നഷ്ടപ്പെടുന്നത്, വരുന്ന നാളിൽ ആത്മാവിന്റെ ബലത്തോടെ ക്രിസ്തുവിന്റെ കൃപയിൽ പഴയതെല്ലാം അടക്കി പിടിച്ച് പൊളിഞ്ഞതെല്ലാം പണിത് തീ വെച്ച് ചുട്ടതെല്ലാം അടക്കിയെടുത്ത് ആത്മാവിൽ നിറഞ്ഞു പുറത്തു വരട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവരും ഇറങ്ങട്ടെ. രോഗഭാരം ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകട്ടെ. ക്രിസ്തുവിന്റെ സമാധാന സന്തോഷ സ്വസ്ഥത ഉണ്ടാകട്ടെ. പ്രാർത്ഥന സ്തോത്രം. എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.